Hi friends, welcome back to my channel Beauty Beats. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു പാർട്ട് 2 ആൻഡ് 3 വരുന്നുണ്ടായിരിക്കും. അപ്പോൾ പാർട്ട് 2 ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഡേ ക്രീം, അതുപോലെ തന്നെ ഫേസ് പാക്കുകളെ കുറിച്ചും, പിന്നെ പാർട്ട് 3 ഞാൻ യൂസ് ചെയ്യുന്ന നൈറ്റ് പ്രോഡക്ട്സ്, അതായത് നമ്മളെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിലുള്ള പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നും ഉള്ളതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള, അതായത് എൻ്റെ ഫേസ് വാഷ്, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാനിതിപ്പം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, കുറച്ച് ബോറിംഗ് ആയിട്ട് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ചില ടൈമിൽ കുറച്ച് ഓയിലി ആയിട്ട് വരാറുണ്ട്. നമ്മൾ ഈ നോസിൻ്റെ പാർട്ട്, ചിന്നിൻ്റെ പാർട്ടൊക്കെ ചിലപ്പോൾ ഓയിലി ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്കിൻ ടൈപ്പാണ്. ഇപ്പോഴില്ല, ഇപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ എനിക്ക് വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് പറയുന്നത് നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യാതൊരുവിധ സ്കിൻ കെയർ പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഫേസ് പാക്കുകളോ ഒന്നും ട്രൈ ചെയ്തിരുന്നില്ല. പിന്നെ നമുക്ക് വെയിറ്റ് ഗെയിനും അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഫേസിൽ നിറയെ പിമ്പിൾസും മാർക്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിക്കൊണ്ട് വരാനായിട്ട് ഞാനിപ്പം യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ നോർമലായിട്ട് രാവിലെ എണീറ്റ ഉടനെ ഫേസ് വാഷ് ചെയ്യാറാണ് പതിവ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ പോർ ക്ലെൻസിങ് ഫേസ് വാഷാണ്. ഇത് 75 ml ഒരു പാക്കാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 345 റുപ്പീസാണ്. ഞാനിത് വാങ്ങിയിട്ടുള്ളത് നൈക്കിൽ നിന്നാണ്. ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പാരബൻ ഫ്രീ ആണ്, SLES ഇല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ് ഇപ്പോൾ പിമ്പിൾസ് ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ 100% നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. കാരണം ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ടും ഓരോ ദിവസവും യൂസ് ചെയ്യുമ്പോഴും പിമ്പിൾസ് വരുന്നത് കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഫേസിലുള്ള പിമ്പിൾസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസോ മാർക്സോ ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ബോട്ടിൽ കാലിയാണ്, തീർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അടുത്തതിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 3 months ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പാക്കറ്റ് വാങ്ങിച്ചിട്ട് തന്നെ മോർണിംഗ് ആൻഡ് നൈറ്റ് യൂസ് ചെയ്യുന്നതും ഇതേ ഫേസ് വാഷ് തന്നെയാണ്. എന്നിട്ടും എനിക്ക് 3 monthsോളം യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. വളരെ കുറച്ച് എമൗണ്ട് എടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പം നല്ലൊരു ഫേസ് വാഷാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ചെയ്ത് നമ്മൾ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒക്കെ വന്ന ശേഷം പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ടോണറും പ്ലമ്മിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എൻ്റെ മുഖത്ത് മുഖക്കുരുവും പാടുകളൊക്കെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതും എന്ന് പറയുന്നത് നല്ലൊരു സൂപ്പർ പ്രോഡക്റ്റാണ്. ആൽക്കഹോൾ ഫ്രീ ടോണറാണ്. 200 ml ആണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 390 റുപ്പീസാണ്. പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു 3 months ഉറപ്പായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇതെന്ന് പറയുന്നത് ആൽക്കഹോൾ ഫ്രീ ആണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രശ്നം, നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കോട്ടൺ ബോളിനകത്ത് എടുത്തിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതായിരുന്നെങ്കിൽ ഈസി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ കോട്ടൊന്നും എടുക്കാറില്ല, ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരബൻ ഫ്രീ ആണ്. ഗ്രീൻ ടീയുടെ ഫ്ലേവറിലാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പിമ്പിൾസിനൊക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈക്കയിൽ പോയിട്ട്, ഈ പ്രോഡക്ട്സ് എല്ലാം നൈക്കയിൽ അവൈലബിൾ ആണ്. അതിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഞാനിനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത്, ഇതിലിങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടില്ലേ. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നിർത്തുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാൻ, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രോഡക്റ്റ്, പ്ലമ്മിൻ്റെ ടോണർ.
ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഞാൻ യൂസ് ചെയ്യുന്ന മൂന്നാമത്തെ പ്രോഡക്റ്റ് ഏതാണെന്ന്. ഞാൻ യൂസ് ചെയ്യുന്ന മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ്. ഫസ്റ്റ് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുന്നു, ദെൻ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എപ്പോഴും നമ്മളെ സ്കിൻ എന്ന് പറയുന്നത് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകും, ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ബാക്കിയുള്ളതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നോർമലി നിങ്ങളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അലോവേര ജെല്ലിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് തോന്നി. നാച്ചുറൽ ആയിട്ടുള്ള അല്ല ഞാൻ പറഞ്ഞത്, നാച്ചുറൽ അലോവേര ജെല്ലെല്ലാം നമുക്കല്ലാതെ പാക്ഡ് ആയിട്ടുള്ള വരുമല്ലോ, അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിനേക്കാളും ഒക്കെ ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു എന്താ പറയുക ഒരു മോയ്സ്ചറൈസർ ആണിത്. ഇതും പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 50 ml 470 റുപ്പീസ് ആണ്. അത് നോൺ ഷൈനി ഒന്നും അല്ല കേട്ടോ. നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്താലും നമുക്കൊരു എന്താ പറയാ നല്ലൊരു മാറ്റ് ലുക്ക് തരുന്ന ഒരു മോയ്സ്ചറൈസർ ആണിത്. ഇതിന്റെ പ്രത്യേകത ഇതും ഗ്രീൻ ടീ ആണ്, ഇതിലും പാരബൻസ് ഇല്ല, സിലിക്കോൺ ഫ്രീ ആണ്. പിന്നെന്താ, നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല കേട്ടോ. ശരിക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ട്. നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഇത് നല്ലതാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പലതും പറഞ്ഞു തരാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ അത്രയും വിശ്വാസത്തോടെ നിങ്ങളിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്ലമ്മിൻ്റെ ഒക്കെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു നൈറ്റ് ക്രീം ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. എനിക്ക് കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാൻ തോന്നിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 3 പ്രോഡക്ട്സും, അതായത് ഫേസ് വാഷ്, ടോണർ, മോയ്സ്ചറൈസർ, 3 വന്നിട്ട് പ്ലമ്മിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വേറെ ബ്രാൻഡൊന്നും യൂസ് ചെയ്യാറില്ല, ചിലപ്പോൾ എനിക്കത് ശരിയാവാറില്ല. അതുകൊണ്ടാണ് പ്ലമ്മിൻ്റെ തന്നെ വാങ്ങിയിട്ടുള്ളത്. ഇതൊരു കോംബോ ഓഫറിൽ വന്നിട്ടുള്ളപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പോയി നോക്കിയാലും നൈക്കിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ ഉള്ളത് വാങ്ങുക. എൻ്റെ ഒരു നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നാണ്. ചില ടൈമിലൊക്കെ ഓയിലി ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്കിൻ ടൈപ്പുള്ള പിമ്പിൾസ് ഒക്കെയുള്ള സ്കിൻ ടൈപ്പുകാർക്കാണെങ്കിൽ ഈ സെയിം ഗ്രീൻ ടീയുടെ തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്കിംഗ് ആണ്, എഫക്റ്റീവ് ആണ്. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഞാനിപ്പം നോർമലി ഇപ്പം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ചെയ്യാറുള്ളത് ഫേസ് വാഷ് ചെയ്യുക, ടോണർ അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഡേ ക്രീമും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ, ടേക്ക് കെയർ.